എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ 29/5 മെയിലെ വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്നലെ പറഞ്ഞ പോലെ 22,813 വരുമെന്ന് പറഞ്ഞാൽ വന്നല്ലോ. ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൽ ഒരു ഏറ്റവും വലിയ ഗുണം. ഫെയിൽഡ് ഓപ്ഷൻ വന്നു, മാർക്കറ്റ് പ്രൊഫൈൽ ഫെയിൽഡ് ഓപ്ഷൻ തന്നു, നിഫ്റ്റി ഫെയിൽഡ് ഓപ്ഷൻ തന്നു, ടാർഗറ്റും തന്നു. നിഫ്റ്റി 813 വന്നു, അതിന് താഴെ ഏകദേശം 720 വരെ നിഫ്റ്റി പോയി. പക്ഷേ ബാങ്ക് നിഫ്റ്റി വേറൊരു കാര്യം, ബാങ്ക് നിഫ്റ്റി മെനങ്ങാതൊരു ഫെയിൽഡ് ഓപ്ഷൻ തന്നായിരുന്നു. ആ ഫെയിൽഡ് ഓപ്ഷൻ നെഗേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ 49,50 താഴെ പൊട്ടുകയാണെങ്കിൽ 890 ലെവലും 900 ലെവലും അത് പൊട്ടുകയാണെങ്കിൽ 690 ലെവലും വരുമെന്ന് പറഞ്ഞു. ആ 690 പൊട്ടി ഏകദേശം 455 വരെ ബാങ്ക് നിഫ്റ്റി തന്നു. സോ നമ്മുടെ ലെവലെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്തു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലെ FAക്ക് വേണ്ടിയുള്ള പുട്ട് ഓപ്ഷൻ ക്യാരി ചെയ്തു. അത് കിടിലം പ്രോഫിറ്റ് കിട്ടി. ഉഗ്രൻ മോർണിംഗ് തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റി. സോ എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മുടെ മാർക്കറ്റ് പ്രകാരം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കിയാൽ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് 920 വളരെ ക്രൂഷ്യൽ നെഗറ്റീവ് ആണ്. താഴോട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വരെ വരാൻ നമ്മൾ 864 സപ്പോർട്ട് എടുത്തില്ല എങ്കിൽ 813 എന്ന് പറഞ്ഞാൽ FA ടാർഗറ്റ്. ഈ ഓറഞ്ച് ലൈൻ FA ആണ്. സോ FAയുടെ ടാർഗറ്റ് തന്നു. അവിടുന്ന് വീണ്ടും തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഏകദേശം 730-40-22 വരെ വന്ന് തിരിച്ച് കയറിയിട്ട് ഓൾമോസ്റ്റ് 731 ക്ലോസ് ചെയ്തേക്കണം. നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രകാരം നിഫ്റ്റി വളരെ വീക്ക് ക്ലോസിംഗ് ആണ്. നിഫ്റ്റി അടുത്ത ടാർഗറ്റ് എത്രയാണ്? 22,630 നിഫ്റ്റി വരാൻ പോണ്. സോ നമ്മൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോകാം. അതിന് മുമ്പേ ബാങ്ക് നിഫ്റ്റി നോക്കണമല്ലോ. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം അങ്ങനെ തന്നെ ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ വളരെ വീക്കായിരുന്നു. മിനിങ്ങാന്നത്തെ POC ഞാൻ പറഞ്ഞു 48,920 ഭാഗത്തുനിന്ന് താഴേക്ക് ഇറങ്ങി ഈ 782 സപ്പോർട്ട് പൊട്ടി, വീണ്ടും 694 പൊട്ടി. എന്നിട്ട് അവസാനം എവിടെ വരെ ഒന്ന് സപ്പോർട്ട് എടുത്തു? 526 വരെ വന്ന് നിന്നിട്ട് ഏകദേശം ആ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് അവൻ ക്ലോസ് ചെയ്തു. സോ ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്, നിഫ്റ്റിയും നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ കഴിഞ്ഞാൽ രണ്ട് ബാങ്ക് നിഫ്റ്റിയും അതുകൂടാതെ ഡേ ടൈപ്പ് പ്രകാരം ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. സോ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് നമുക്ക് പോകാമോ? എല്ലാവർക്കും നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നതിന് ശേഷം ആശാൻ താഴേക്ക് ഇറങ്ങി നമ്മുടെ FA ടാർഗറ്റിൽ നിന്ന് ഈ POCയും ബ്രേക്ക് ചെയ്ത് ഏകദേശം പറയുകയാണെങ്കിൽ നമുക്ക് വന്ന 753 എന്ന് പറഞ്ഞാൽ ഈ HV സോൺ ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്നത്. സോ നിഫ്റ്റിയെ കുറിച്ച് ഇന്നത്തെ POC ഫോം ചെയ്തിരിക്കുന്നത് 22,777 അപ്പോൾ ആസ് ലോങ് ആസ് നമ്മൾ 22,777 താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POC ആണ് വരാൻ പോകുന്നത് 22,630. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാർക്കറ്റ് ഇനിയും താഴേക്കെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? നിഫ്റ്റി 777 താഴെ നിൽക്കുന്നിടത്തോളം കാലം 630 ഈ POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആ ട്രെൻഡ് കയറി തിരിച്ച് വീണ്ടും ഇറങ്ങി എവിടെ നിന്നാണ് കയറ്റം തുടങ്ങിയത് ആ കയറ്റത്തിൻ്റെ ഭാഗത്ത് വന്ന് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അതുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത്രയാണ് കൃത്യമായിട്ട് പറയണമെങ്കിൽ. എന്താണ് കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ 631 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് അവൻ വരികയും അത് പൊട്ടുകയാണെങ്കിൽ എവിടം വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് പൊട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ അതായത് 551 22,551 അതിന് താഴെ എത്രയാണ് 22,516 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി മുകളിലോട്ടാണെങ്കിൽ ഇന്നത്തെ POCയുടെ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം എത്ര വരെ പോവാം? ഇന്നത്തെ POCയുടെ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 822 അതിന് മുകളിൽ 864 എന്ന ട്രെൻഡ് ഡേ POCയും അതിന് മുകളിൽ ഈ ഒരു 900 അതിന് മുകളിൽ ഇന്നലത്തെ POC ആയ 968 വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ്. സോ നമുക്കൊന്ന് വരച്ചു വയ്ക്കാമോ ഈ ലെവൽ വരച്ചു വെച്ചാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽ നമുക്കൊന്ന് വരയ്ക്കാൻ വേണ്ടി പോവേണം. ഞാൻ നിഫ്റ്റി ലെവൽ കൃത്യം വരയ്ക്കാൻ കാണിച്ചില്ല. സോ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ POC എത്രയാണ്? ഇന്നത്തെ POC ഞാൻ ഈ മോളോത്തൊക്കെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. ഇതൊക്കെ മാറിയല്ലോ, ഇതൊക്കെ ഈ ആശാൻ്റെ ഇതൊക്കെ നമുക്ക് മാറി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പുതിയ ലെവലാണ്. സോ ഇനി നമുക്ക് നോക്കേണ്ടതാണ് ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 777 സോ 778 ഇന്നത്തെ POC. ഇതാണ് POC, ഇത് മാർക്ക് ചെയ്തു. ഇതിന് മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏതാണ് 822 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ 822 അത് നമ്മളെ സംബന്ധിച്ചൊരു റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഏതാണ് ഇന്നലത്തെ പഴയ POC ഉണ്ട്. അതിന് മുകളിൽ 920 എന്ന് പറഞ്ഞ ഈ ഗ്യാപ് സോണും കിടക്കുന്നുണ്ട്. ഇനി താഴോട്ടാണെങ്കിൽ അടുത്തത് നമുക്ക് ഫസ്റ്റ് എത്രയാണ് 728 താഴെ നിൽക്കുന്നതാം കാലം നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ എവിടം വരെ പോവാം? നിഫ്റ്റിയിൽ താഴോട്ടാണെങ്കിൽ അടുത്ത എത്രയാണ് താഴോട്ടെന്ന് പറയുമ്പം 700 ഒരു ചെറിയൊരു സപ്പോർട്ടാണ് 696.
696 നമുക്ക് ചെറിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ ആ ചെറിയ സപ്പോർട്ടിനൊന്ന് വരച്ച് വയ്ക്കണ്ടേ? 696 ഒന്ന് ഞാൻ ഒന്ന് വരച്ച് വെച്ചു. 696 ഓക്കെ. അതിന് താഴെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ പഴയ ഒരു POC ആണ്. ആ POC ആണ് എവിടെയാണ്? 630 പൊട്ടുകയാണെങ്കിൽ താഴെ 585 അതിന് താഴെ 515 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലും നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിതാണ് നിഫ്റ്റിയുടെ ലെവൽ. ഓർത്തോളുക, നിഫ്റ്റി എത്രയാണ്? നിഫ്റ്റി ലെവൽ 777 ഇന്നത്തെ POC, അതിന് മുകളിൽ 822, അതിന് മുകളിൽ 864, അതിന് മുകളിൽ 922. ഇനി 777 താഴെ നിൽക്കുകയാണെങ്കിൽ 696, 630, 585. ഇങ്ങനെയായിരിക്കും നാളത്തെ മാർക്കറ്റ്. നാളെ ഒന്നാമത് മന്ത്ലി ക്ലോസിംഗ് ആണ്, നാളെ ലാസ്റ്റ് ദിവസമാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ മാർക്കറ്റിന് നല്ലൊരു ഫ്ലക്ച്വേഷൻ വരാൻ വേണ്ടി ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇനി ഏതിലേക്ക് പോവാം? ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് പോവാം. സോ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ ആയിരുന്നു. ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. അവസാന നിമിഷമാണ് ആശാൻ നമുക്ക് ടാർഗറ്റൊക്കെ തന്നത്. KPയിലൊക്കെയാണ് എല്ലിലാണ് ടാർഗറ്റ്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇതൊരു സ്പൈക്കാണ്. അതായത് 48,500 തൊട്ട് 48,500 തൊട്ട് 48,418 എന്ന് പറഞ്ഞ് 420 ഇന്നത്തെ 80 പോയിൻറ്റ് സ്പൈക്കാണ്. സോ ഇന്നത്തെ POC ബാങ്ക് നിഫ്റ്റിക്ക് നിൽക്കുന്നത് 48,605 ആണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 720 എന്ന് പറഞ്ഞ ഈ 720, 605 മുകളിൽ 720, അതിന് മുകളിൽ 808, അതിന് മുകളിൽ ഇന്നലത്തെ പഴയൊരു POC ആയ എത്രയാണ്? 48,900, അതിന് മുകളിൽ 49,000 മുകളിൽ അടുത്തത് 49,180 വരാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് താഴോട്ട് വരികയാണെങ്കിൽ അടുത്തത് 48,380 ഒരു സപ്പോർട്ടാണ്. അതിന് താഴെ 48,320, അതിന് താഴെ അടുത്ത എത്രയാണ്? 48,248, അതിന് താഴോട്ട് നിൽക്കുകയാണെങ്കിൽ 48,155 സീരിയസ് സപ്പോർട്ട് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് 47,870 എന്നാണ് ഈ POC വരാൻ ചാൻസ് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് താഴോട്ട് കുറേ 380, 320, 248, 155 ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിന് താഴെ 47,860 എന്ന് പറഞ്ഞാൽ ഈ POC വരാം. മുകളിലോട്ടാണെങ്കിൽ എങ്ങനെയാണ് ടാർഗറ്റ്? മുകളിലോട്ടാണെങ്കിൽ നമുക്ക് 48,610 5 മുകളിൽ 780, 780 മുകളിൽ 780, അതിന് മുകളിൽ 49,900, അതിന് മുകളിൽ 49,050, അതിന് മുകളിൽ 49,180 വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. സോ നമുക്ക് ആ ലെവലും കൂടെ ബാങ്ക് നിഫ്റ്റി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാമോ? അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി ചാർട്ട് എടുക്കുക. ബാങ്ക് നിഫ്റ്റി ചാർട്ടിൽ ഇതെല്ലാ വരകളൊന്നും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോകണം. അപ്പോൾ നമുക്ക് എല്ലാ വരകളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പുതിയത് വരയ്ക്കാം. പുതിയ വരയ്ക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പുതിയ വരയ്ക്കാൻ പോവുകയാണ്. പുതിയ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റും. ആ ലെവൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ലെവലൊക്കെ ഒന്നും ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കാം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ POC എത്രയാണ്? 48,605 ആണ് ഇന്നത്തെ POC. ആ 48,605 ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് താഴെ നിൽക്കുന്നത്തോളം കാലം 48,380 എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ട് 380 അതിനെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. സപ്പോർട്ട് എന്ന് പറയുമ്പം പച്ച. ഓക്കെ, അതിന് താഴെ 248, ഓക്കെ, അതിന് താഴെ 48,150. ഓക്കെ, അതിന് താഴെ 47,870 എന്ന് പറഞ്ഞാൽ ഈ POC നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി മുകളിലോട്ടാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് 48,780, ഫസ്റ്റ് 780. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ അടുത്ത എത്രയാണ്? 48,900 എന്ന് പറഞ്ഞാൽ അടുത്ത ഇതാണ് റെസിസ്റ്റൻസ്. ഓക്കെ, അതിന് മുകളിൽ അടുത്തത് 49,050 ഇന്നത്തെ ഹൈ ആണ്. അതാണ് റെസിസ്റ്റൻസ്. അതിന് മുകളിൽ 49,310 ഈ ലെവലിലും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓർത്ത് കൊള്ളുക. നാളെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ നമ്മളെ കറണ്ട് മാസത്തെ ഫ്യൂച്ചറും നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറും തമ്മിൽ നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം ഒരു നമ്മളെ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കണം 49,000 ഏകദേശം പറയുന്നത് 49,079 ഭാഗത്താണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ലെവൽ വെച്ച് നാളത്തെ ഒരു ദിവസം ബാങ്ക് നിഫ്റ്റി നമ്മൾ ട്രേഡിങ് അവോയ്ഡ് ചെയ്താൽ നല്ലതാണ്. കാരണം വേറെ ഒന്നുമില്ല, പുതിയ ഫ്രഷ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വേണോ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റ് 40,100 നമ്മൾ അവസാനിച്ചു. നമ്മുടെ കറണ്ട് മന്ത് 48,000
എത്രയൊക്കെയാണ് 48,507 അവസാനിച്ചത്. ഏകദേശം പറഞ്ഞാൽ 510ഓളം 600 പോയിൻറ്റോളം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നാളെ ഒരു ദിവസം സമയം എടുക്കും. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിഫ്റ്റിയുടെ ട്രേഡിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ട്രേഡ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ പറയുന്ന ലെവൽസ് എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിനെ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക. സോ എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ.